സോ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ ഈ ലെക്ചറിൽ നമ്മൾ കുറച്ച് തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, രണ്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ളത്, പിന്നെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ആദ്യം വരുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ, പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. ദാറ്റ് ഈസ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ടി ബീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടി ബീമിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം അതൊരു ടി ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ സെൻട്രോയിഡ് ഞാനിവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന പോയിന്റാണ് ഇതിൻ്റെ സെൻട്രോയിഡ്. സപ്പോസ് നമുക്ക് ഈ സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്, സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്നുള്ളതും സെൻട്രോയിഡൽ വൈ ആക്സിസ് എന്നുള്ളതും പറയും. ഇനിയിപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അവർ സെൻട്രോയിഡൽ ഇസഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഈ ഒരു സെൻട്രോയിഡൽ ഇസഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന എബൌട്ട് സെൻട്രോയിഡൽ ഇസഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യനെയാണ് നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇത്ര നാൾ ഡിസ്കസ് ചെയ്തത് ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യ, അതുപോലെ തന്നെ ഈ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് വൈ ആക്സിസ് ഐ വൈ വൈ അതല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്, ഐ എക്സ് എക്സ് അല്ലെങ്കിൽ ഐ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് വിച്ച് ഈസ് അവർ ഇസഡ് ആക്സിസിൽ ഈ സെയിം സെക്ഷൻ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ എബൌട്ട് ആൻ ആക്സിസ് perpendicular to the plane of the area is called polar moment of inertia. അത് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ജെ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ചില സമയത്ത് നമ്മൾ ഐ ഇസഡ് എന്ന് പറഞ്ഞ് അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. സാധാരണ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു ബീമിൽ ഇപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബീം അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ബെൻഡിങ് ആക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷന് ഈ ഒരു ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യേണ്ട എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, മൊമെന്റ് ഓഫ് ഇനീഷ്യ യൂസ് ചെയ്തത്. ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ കേസിൽ വരുമ്പോഴേക്കും സാധാരണ ലോഡിംഗ് അല്ല, പകരം നമ്മളൊരു മൊമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു ടോർഷൻ ആക്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു ടോർഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എത്രത്തോളം ആ ടോർഷനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്നുള്ളത്. മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് അല്ലെ. നമുക്കൊരു എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ ഐ എക്സും ഐ വൈ ആണെങ്കിൽ ആ രണ്ട് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്തായിരുന്നു, ഐ എക്സ് പ്ലസ് ഐ വൈ ആണ്. അത് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്റർസെക്ഷനിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് നമ്മളുടെ ഇസഡ് ആക്സിസ്. ആ ആക്സിസിൽ ഈ സെയിം സെക്ഷൻ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ, വെയർ ഐ എക്സ് ആൻഡ് ഐ വൈ ആർ ദി മൊമെന്റ് ഓഫ് ഇനീഷ്യ of the area about its centroidal x and y axis. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞൊരു ടേമാണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ഈ കാണിച്ചിരിക്കുന്ന പോലെ ആർബിട്രറി ആയിട്ട് ഞാനൊരു ഏരിയ എടുക്കുകയാണ്. ഒരു ആക്സിസും കൺസിഡർ ചെയ്യുന്നുണ്ട്, എ ബി എന്ന് പറഞ്ഞൊരു ആക്സിസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് ഈ ആക്സിസ് എന്തായിരിക്കും, the second moment of this area about this axis ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഏരിയയുടെ എ ബി ആക്സിസിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യ എത്രയായിട്ട് കിട്ടി, ഐ ആയിട്ട് കിട്ടി, ക്യാപിറ്റൽ ഐ ആയിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് ഏരിയ എബൌട്ട് ആക്സിസ് എ ബി ഈസ് ക്യാപിറ്റൽ ഐ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയനെ ഒന്ന് കംപ്രസ് ചെയ്തിട്ട് ഒരു തിൻ സ്ട്രിപ്പാക്കി ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് സ്ട്രിപ്പാക്കി മാറ്റി. ഓക്കെ, ഇനി എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഞാൻ എ ബി ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കേസിൽ കിട്ടിയ സെയിം മൊമെന്റ് ഓഫ് ഇനീഷ്യ തന്നെ കിട്ടും. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയനെ ഞാൻ കംപ്രസ് ചെയ്ത് ഒരു തിൻ സ്ട്രിപ്പ് ആക്കിയിട്ട് ഞാൻ നോക്കുന്നത് എന്താണ്, എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ ഞാൻ ഒരു ഡിസ്റ്റൻസിൽ വെക്കും. നമുക്ക് അസ്യൂം ചെയ്യാം കെ ഡിസ്റ്റൻസിൽ വെച്ച് കഴിയുമ്പോഴേക്കും
എനിക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഏരിയ ഇൻറ്റു ഇതിന്റെ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ വെച്ചിട്ട് സെക്കൻഡ് മൊമെന്റ് അപ്പോഴല്ലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് ഞാൻ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ച് കഴിയുമ്പോഴേക്കും എ ഇൻറ്റു കെ സ്ക്വയർ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ആദ്യം ഈ ഏരിയ ഇവിടെ ഇരുന്നപ്പോൾ ഈ ഏരിയ എ ബി ആക്സിസിൽ ഉണ്ടാക്കിയ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് ഐ തന്നെ എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കൺസിഡർ ആൻ ഏരിയ ഈ കാണിച്ചിരിക്കുന്ന പോലെ വിച്ച് ഹാസ് എ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ വിത്ത് റെസ്പെക്ട് ടു എ ബി ആക്സിസ്. Let us assume that the area is compressed into a thin strip which is parallel to the same axis AB. For this strip to have the same moment of inertia I with respect to the same reference axis AB, the strip should be placed at a distance k units from the axis AB such that I should be equal to A into K square. എന്താണ് A into K square വരാൻ കാര്യം എന്താണ്? നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആയതുകൊണ്ടാണ് എ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എവിടെ വെക്കണം? ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് വേണമെങ്കിൽ കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. ഇതിൽ നമുക്ക് എന് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്തായി? ഐ ബൈ എ എന്നുള്ളതായി. ഈ സൈഡിൽ കെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ റൂട്ട് എടുക്കാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. ഈ ഒരു കെ എന്ന് പറഞ്ഞ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതുപോലെ ഒരു ഏരിയനെ നമ്മൾ കമ്പയർ ചെയ്ത് സ്ട്രിപ്പാക്കി എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെയാണെങ്കിൽ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്തെന്ന്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രിൻസിപ്പിളിലേക്ക് മൂവ് ചെയ്യാം, വിച്ച് ഈസ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൺസെപ്റ്റ് ഡയറക്റ്റ് പറയുവാണെങ്കിൽ, സപ്പോസ് നമുക്ക് ഈ ലെഫ്റ്റ് എൻഡിൽ ഒരു ബോഡി ഉണ്ട്, ഒരു ചെറിയൊരു ബോക്സോ എന്തെങ്കിലും ഒരു ബോഡി ഉണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ക്യാപിറ്റൽ എഫ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം ഈ ബോഡിക്ക്? ഈ ബോഡി നമുക്ക് അസ്യൂം ചെയ്യാം ഈ ബോഡി ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഇപ്പുറത്ത് റൈറ്റ് എൻഡിൽ വരെ എത്തി. ഞാൻ അസ്യൂം ചെയ്യുവാണ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എസ് യൂണിറ്റ്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഈ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഒരു വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പറയും. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എന്തായിരിക്കും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്? ഈ ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണോ അത് ഡിസ്പ്ലേസ്ഡ് ആയത് അതായിരിക്കും നമ്മളുടെ വർക്ക് ഡൺ അല്ലേ? ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പനിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലേ? ഇനി നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തിയറം പറയുന്നത് അത് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം, ഒരു എന്താ പറയുക, ഒരു ബോഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഈ സെയിം മൂവ്മെന്റ് തന്നെ, അതായത് ഈ ബോഡി ആദ്യം ലെഫ്റ്റിലായിരുന്നു, അത് റൈറ്റിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രം ആദ്യം കൺസിഡർ ചെയ്യുകയാണ്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു സ്മോൾ ഡിസ്റ്റൻസ് നമുക്ക് അസ്യൂം ചെയ്യാം DS ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴേക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന വർക്ക് എന്തോരമായിരിക്കും? നമുക്കതിന് ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് DW ആണ് അവിടെ ഉണ്ടായ വർക്ക് എന്ന് അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ഇവിടെ സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് DS അല്ലേ? അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ആൻഡ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ അതിനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചപ്പോഴേക്കും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു വിച്ച് ഈസ് F ഇസ് ഈക്വൽ ടു ma എന്നുള്ളത്. ഇതിൽ A എന്ന് പറഞ്ഞ ആക്സലറേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു dv/dt, അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? v ഇൻറ്റു dv/ds എന്നുള്ള രീതിയിലും നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. നമ്മളിതും കണ്ടതായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എനിക്കൊരു എഫ് ഉണ്ട്. എനിക്കറിയാം F ഇസ് ഈക്വൽ ടു ma ആണെന്നുള്ളത്. അതിൽ A പകരം ഞാൻ എന്ത് കൊടുക്കും? v ഇൻറ്റു dv/ds കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ v ഇൻറ്റു dv/dsനെ എടുത്തിട്ട് ഈ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ m ഇൻറ്റു v ഇൻറ്റു dv/ds എന്നുള്ള സാധനം എന്തിന് ഈക്വലൻ്റ് ആണ്? എഫിന് ഈക്വലൻ്റ് ആയതുകൊണ്ട് ഇത്രയും സാധനത്തിന് ഞാൻ എടുത്തിട്ട് ഈ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ എഫിൽ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ദെയർഫോർ എനിക്ക് എന്ത് കിട്ടും? dw നമ്മുടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു m ഇൻറ്റു
വി എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന എം ഇൻറ്റു ഇനി ആക്സലറേഷന് പകരം എന്ത് വരും വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് കണ്ടോ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് പിന്നെ ബാക്കി എന്താ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ഡി എസ് ഉണ്ടായിരുന്നു ആ ഡി എസ് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇനി ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്നുള്ളത് കിട്ടും അപ്പോൾ അതായത് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ ഡി എസ് ഡിസ്റ്റൻസിൽ ഈ ഫോഴ്സ് ചെയ്ത വർക്കിനുള്ള എക്സ്പ്രഷൻ പക്ഷെ നമ്മുടെ ഇവിടെ ടോട്ടൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എസ് ഡിസ്റ്റൻസ് ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് ആണ് അത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ വരെ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോഴുള്ള ടോട്ടൽ വർക്ക് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് സോ ഇറ്റ് വിൽ ബി ഇന്റഗ്രൽ 1 to 2 അതായത് ഫസ്റ്റ് പൊസിഷൻ ടു സെക്കൻഡ് പൊസിഷൻ ഡി ഡബ്ല്യു നമ്മളുടെ ചെറിയ വർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ എം കോൺസ്റ്റന്റ് ടൈം ആയതുകൊണ്ട് എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ് ബാക്കി എന്താ ഉള്ളത് വി ഡി വി ഉണ്ട് അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രൽ 1 to 2 വി ഡി വി എന്നുള്ളത് ഞാൻ അവിടെ എഴുതുകയാണ് ഇനി ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്തായിരിക്കും നമ്മൾ ഇതിനെ ടോട്ടൽ ഡിസ്റ്റൻസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ അപ്പോൾ അതിനെ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് വാല്യൂ എം ഇൻറ്റു ഇന്റഗ്രൽ വി ഡി വി എന്ത് വരും വി സ്ക്വയർ ബൈ 2 പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ എഴുതുവാണ് വി സ്ക്വയർ ബൈ 2 ലിമിറ്റ്സ് എന്തൊക്കെയാണ് 1 to 2 ഫസ്റ്റ് പൊസിഷൻ തൊട്ട് സെക്കൻഡ് പൊസിഷൻ വരെ ഉള്ളത് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും എം ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് 2 ആണ് അപ്പോൾ എം ഇൻറ്റു വി ടു സ്ക്വയർ ബൈ 2 മൈനസ് എം ഇൻറ്റു വി വൺ സ്ക്വയർ ബൈ 2 അപ്പോൾ അതാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലെ എം ഇൻറ്റു വി ടു സ്ക്വയർ ബൈ 2 ഉണ്ട് അതിനെ ഞാൻ പുറത്തേക്ക് നീക്കി വെച്ചു അപ്പോൾ ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ ഇതിൽ ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം ഇത് വേറെ ഒന്നുമല്ല നമ്മളുടെ കൈനറ്റിക് എനർജിയാണ് വി ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനൽ പൊസിഷനിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി വി വണ്ണും ഇനീഷ്യൽ വെലോസിറ്റി എം മാസമാണ് അപ്പോൾ ഇതെന്താ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഫ് ഇൻറ്റു എം വി ടു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എം വി വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇനീഷ്യൽ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി അപ്പോൾ എനിക്ക് എന്ത് എഴുതാം കൈനറ്റിക് എനർജി ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇത് എന്തിന് ഈക്വൽ ഉണ്ടായിരുന്നു ടോട്ടൽ വർക്ക് ഡണ്ണിന് ഈക്വൽ ഉണ്ടായിരുന്നു അത് തന്നെയാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത് വേറൊന്നുമല്ല വർക്ക് ഡൺ ഓൺ ദി ഒബ്ജക്റ്റ് ഈക്വൽസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ഒബ്ജക്റ്റ് അതിനെയാണ് നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ലീനിയർ കേസാണ് കൺസിഡർ ചെയ്തത് റൊട്ടേഷണൽ അല്ലെങ്കിൽ കർവ് ലീനിയർ മോഷനിൽ നമുക്ക് ഇതേ സെയിം പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ചേഞ്ച് നമുക്കൊന്ന് നോക്കാം ഇൻ കർവ് ലീനിയർ മോഷൻ ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി between any two position is equal to work done by the tangential component of the force acting on it during the motion between the 2 points. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഫോഴ്സ് എടുക്കില്ല നമ്മൾ കർവ് ലീനിയർ മോഷൻ വരുമ്പോഴേക്കും വർക്ക് ഡൺ ബൈ ദ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് എന്നുള്ള രീതിയിലാവും ഇത് മാത്രമാണ് കർവ് ലീനിയർ മോഷനിലേക്ക് വരുമ്പോൾ വരുന്ന ചേഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോവാം ലാസ്റ്റ് പ്രിൻസിപ്പിള് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇമ്പൾസ് എന്താണെന്നുള്ളതും മൊമെന്റം എന്താണെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അത് നമ്മൾ എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും നമ്മളൊരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഒരു ബോളൊക്കെ അടിക്കുന്ന കേസിൽ ഉണ്ടാകുന്നത് എന്താണ് അവിടെ ഒരു ഇമ്പൾസ് ആണ് സംഭവിക്കുന്നത് അല്ലേ ഇനി മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ഇൻറ്റു വി അതായത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിള് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് അഗെയിൻ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമ്മൾ ഓൾറെഡി കണ്ടാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ആദ്യം എഴുതുകയാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണെന്നുള്ളത് അപ്പോൾ സോ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാലും അത് ഇതിന് ഈക്വലന്റ് തന്നെയാണ് ഇനി ചെയ്യുന്നത് ഞാൻ ഈ കോൺസ്റ്റന്റിനെ കൂടി അകത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് കിട്ടും ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് അതൊരു ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡി ബൈ ഡി ടി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ് ഇതെന്ത് വരും എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് എം ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ടൈം ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടൈം ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം ഇവിടെ എന്താ ഉള്ളത് എം ഇൻറ്റു വി എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് എം ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ഇതെന്താണ് മൊമെന്റത്തിന്റെ ഡിഫറൻസ്. ഓക്കെ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ഡിവൈഡ് ബൈ ടൈം ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു അവർ ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ ഒരു ടൈമിനെ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡിൽ എന്താവും എഫ് ഇൻറ്റു ടി എന്നുള്ളതാവും. ഈ ലാസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ കാണുന്ന പോലെ എഫ് ഇൻറ്റു ടി എന്നുള്ളതാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ് എം ഇൻറ്റു വി എഫ് മൈനസ് എം ഇൻറ്റു വി ഐ എന്നാവും. ഈ ടീനെയാണ് നമ്മൾ അപ്പുറത്തേക്ക് എടുത്തത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എഫ് മൈനസ് എം ഇൻറ്റു വി ഐ എന്നുള്ളത്. ഇതിൽ എം കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എഫ് മൈനസ് വി വൺ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിളിൽ വരുന്ന ഫൈനൽ എക്സ്പ്രഷൻ. അതായത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾ എങ്ങനെ പറയാം? ദ ഇമ്പൾസ് മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇമ്പൾസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് മൊമെന്റം. വളരെ സിമ്പിൾ അല്ലേ? സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു 2 പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ 2 കൺസെപ്റ്റും ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.